ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. കോഴിക്കോട് ബാംഗ്ലൂരിലേക്ക് കോഴിക്കോട് നിന്ന് സർവീസ് നടത്തുന്ന ഭാരതി ട്രാവൽസ് ബസ്സിലെ ഡ്രൈവർ മദ്യലഹരിയിൽ ബസ് ഓടിച്ച സംഭവത്തിൽ ട്രാവൽസിനെതിരെയും ബസ് ഡ്രൈവർക്കെതിരെയും മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുക്കും. മദ്യപിച്ച് വാഹനം ഓടിച്ച ഡ്രൈവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കോഴിക്കോട് ജോയിന്റ് ആർടിഒ എം അരുൺകുമാർ സംഭവത്തെക്കുറിച്ച് സൂചന ലഭിച്ചതോടെ ട്രാവൽസിന്റെ യാർഡിൽ ഈ ബസ്സിനായി കഴിഞ്ഞ ദിവസം തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ അവിടെ കണ്ടെത്താനായില്ല. വാഹനത്തിനായി തിരച്ചിൽ നടത്തി വരികയാണ്. വാഹനം കസ്റ്റഡിയിലെടുത്ത് ഡ്രൈവർക്കെതിരെ നടപടി സ്വീകരിക്കും, അരുൺകുമാർ പറഞ്ഞു. അതിനിടെ മൈസൂരിൽ വെച്ചുണ്ടായ സംഭവത്തിൽ ആർക്കാണ് പരാതി നൽകേണ്ടതെന്ന് വ്യക്തമാക്കാത്തതിനാലാണ് ഇതുവരെ പരാതി നൽകാതിരുന്നതെന്ന് വാഹനത്തിലുണ്ടായിരുന്ന കോഴിക്കോട് സ്വദേശിയും ബാംഗ്ലൂരിൽ ഹോട്ടൽ നടത്തി വരുന്നയാളുമായ സനോബർ അഹമ്മദ് കോഴിക്കോട് നിന്ന് സർവീസ് നടത്തുന്ന വാഹനമായതിനാൽ കോഴിക്കോട് ആർടിഒയ്ക്ക് പരാതി നൽകാമെങ്കിൽ ഉടൻ പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസം 24-നാണ് മദ്യലഹരിയിൽ വാഹനം ഓടിച്ച ഡ്രൈവർക്കെതിരെ യാത്രക്കാർ പ്രതിഷേധിച്ചത്. യാത്രക്കാരുടെ ബഹളത്തിനിടെ ഡ്രൈവർ മദ്യക്കുപ്പിയുമായി വാഹനത്തിൽ നിന്നിറങ്ങി ഓടുകയായിരുന്നു. പ്രതിഷേധത്തിനിടെ വാഹനമിടിച്ച് കൊല്ലുമെന്ന ഭീഷണിയിൽ ഡ്രൈവർ മുഴുക്കിയിരുന്നു. സനോബർ പറയുന്നതിങ്ങനെ: ബത്തേരിയിൽ നിന്നാണ് ബസ്സിൽ കയറിയത്. മൈസൂർ ഹൈവേയിൽ കയറിയ ശേഷം ബസ് ഇടത് വലത് ലൈനുകൾ അസ്വാഭാവികമായി പോകുന്നത് കണ്ടാണ് ഡ്രൈവർ അടുത്തെത്തിയത്. വണ്ടിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്നാണ് ചോദിച്ചത്. പ്രശ്നമൊന്നുമില്ല, എന്നാൽ നിങ്ങൾ പോയി ഉറങ്ങിക്കോളൂ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഡ്രൈവറുടെ സംസാരത്തിൽ ചില അപാകതകൾ കണ്ടതിനിടെ ക്യാബിനിൽ ഗ്ലാസും മറ്റും വലിയ ശബ്ദമുണ്ടായിട്ടും ക്ലീനർ ക്യാബിനിൽ ബോധമില്ലാത്ത നിലയിൽ കിടക്കുകയായിരുന്നു. എത്രയും പെട്ടെന്ന് വണ്ടി നിർത്തണമെന്ന് ഡ്രൈവറോട് പറഞ്ഞു. ബഹളം കേട്ടെത്തിയ മറ്റു യാത്രക്കാരും ഇടപെട്ടു. മദ്യലഹരിയിലാണ് ഡ്രൈവറെന്ന് തിരിച്ചറിഞ്ഞതോടെ അവരും ബഹളം വെച്ചു. പോലീസിനെ അറിയിച്ച് പരിശോധന നടത്താമെന്ന് പറഞ്ഞതോടെ വാഹനത്തിന്റെ ലൈറ്റ് മൊത്തം അണച്ച ശേഷം വണ്ടി ഇടിപ്പിച്ച് എല്ലാവരെയും കൊല്ലുമെന്ന് പറഞ്ഞ് ബസ് റോഡിന്റെ വശത്തേക്കും മറ്റും ഡ്രൈവർ ഓടിക്കാൻ തുടങ്ങി. തൽക്കാലം ബഹളം വേണ്ട, അടുത്ത ടോൾ ഗേറ്റ് എത്തുമ്പോൾ വാഹനം നിർത്തിയ ശേഷം ഇടപെടാമെന്ന് തീരുമാനിച്ച യാത്രക്കാർ പിന്മാറി. 5 കിലോമീറ്ററോളം വാഹനത്തിൽ ഭീതിയോടെയാണ് ഇരുന്നത്. ടോൾ ഗേറ്റിൽ എത്തിയപ്പോൾ ഞാനും ആഷിഖ് എന്ന സഹയാത്രികനും ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞു. ഇതിനിടെ അരക്കുപ്പിയോളം ബാക്കിയുണ്ടായിരുന്ന മദ്യവുമായി ഡ്രൈവർ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. രാത്രി 11 മണിയോടെ ഈ സംഭവങ്ങൾ ഉണ്ടായത്. പിന്നീട് 1 മണിക്ക് ശേഷം ഇതേ ട്രാവൽസ് ഏർപ്പെടുത്തിയ മറ്റൊരു ഡ്രൈവർ എത്തിയ ശേഷമാണ് ബസ് യാത്ര തുടരാനായത്. കുടുംബങ്ങൾ ഉൾപ്പെടെ 20ഓളം പേർ ഈ സമയത്ത് ബസ്സിലുണ്ടായിരുന്നു. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.